ഈ ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതേപോലത്തെ നൈറ്റിക്കൊക്കെ ഷോപ്പിലൊക്കെ ഭയങ്കര റേറ്റ് ആണ് അല്ലേ. 1000 രൂപയൊക്കെ വരുന്നുണ്ട് ഒരു നൈറ്റിക്ക്. 800, 900, 1000 ഇങ്ങനെയൊക്കെയാണ് നൈറ്റിന്റെ റേറ്റ് കാണുന്നത്. വില കേട്ടാൽ നമുക്ക് വാങ്ങാൻ ഉറക്കൂല. എന്നാൽ 3 മീറ്റർ തുണി മുറിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. 4 ആക്കി മടക്കി വെച്ച തുണിയാണിത്. തുണി എങ്ങനെയാണ് മടക്കേണ്ടത് എന്ന് ഞാനൊരു പേപ്പർ വെച്ചിട്ട് കാണിച്ചു തരാം. തുണി ആദ്യം ഇതേപോലെ നീളത്തിൽ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ 2 ആക്കിയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ മടക്കിയിട്ട് തുണിയുടെ മുകളിലെ ഭാഗത്തായിട്ട് ഈ ഒരു സൈഡിൽ കഴുത്തും പിന്നെ ഷോൾഡർ അടയാളപ്പെടുത്തുക. പിന്നെ കൈക്കുഴി, ഇതുപോലെ കൈക്കുഴിയും അടയാളപ്പെടുത്തുക. ഇതുപോലെയാണ് നമ്മൾ തുണിയിൽ വെട്ടേണ്ടത്. അപ്പം ഇതുപോലെ 4 ആക്കി മടക്കി വെച്ച തുണീൻ്റെ മുകളിലായിട്ട് ഞാൻ കഴുത്ത് അടയാളപ്പെടുത്തുകയാണ്. കഴുത്തിറക്കം ഒരു 6 ഇഞ്ചും കഴുത്തകലം ഒരു 3 ഇഞ്ചും ഇട്ടിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഷോൾഡർ ഒരു 6.5 ഇഞ്ച് ഇട്ടിട്ട് അടയാളപ്പെടുത്തുക. കൈക്കുഴി ഒരു 7 ഇഞ്ച് ഇട്ടിട്ടും അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഈ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു 5 ഇഞ്ച് ഇട്ടിട്ട് ഈ കൈക്കുഴിൻ്റെ ഈ വരയില്ലേ അതിൽ 5 ഇഞ്ച് ഇട്ടിട്ടൊന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് പിന്നെ കഴുത്തിറക്കം 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ലേ, ആ 6 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ച് ഇട്ടിട്ട് ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ കൈക്കുഴിൻ്റെ ഈ 5 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് ഈ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തിലേക്ക് ഇതേ ഷേപ്പിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആദ്യം കഴുത്ത് വരഞ്ഞതിലൂടെ കഴുത്തൊന്ന് വെട്ടിയെടുക്കുക. ബാക്ക് കഴുത്ത് റൗണ്ടാക്കിയിട്ട് കുറച്ച് കയറ്റി വെട്ടിക്കൊടുക്കുക. ഷോൾഡർ കൈക്കുഴിൻ്റെ ഭാഗത്തേക്ക് ഒരു 1/4 ഇഞ്ച് ചരിച്ച് വെട്ടിക്കൊടുക്കുക. കൈക്കുഴി ഈ വരഞ്ഞതുപോലെ ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് പിന്നെ ഈ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അവിടേക്ക് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം. ഇനി കൈക്കുഴീൻ്റെ ചോക്കോണ്ട് മാർക്ക് ചെയ്ത ഒരു അടയാളം കാണുന്നില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നേരെ ഒന്ന് കുറച്ച് ചെരിച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചിട്ട് ആ കൈക്കുഴീൻ്റെ ആ ഷേപ്പ് വരുന്ന ഭാഗം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഈ വരഞ്ഞത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആ കൈക്കുഴീൻ്റെ ഷേപ്പ് അവിടെ നിന്ന് താഴോട്ടേക്ക് ഇതേപോലെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. നെറ്റിക്ക് ഞൊറിയിടാൻ തുണി വേണ്ടത് കൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഈ വരഞ്ഞതിലൂടെ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. ഇവിടുന്ന് പിന്നെ താഴേക്ക് നേരെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കൈക്കുഴീൻ്റെ ഭാഗങ്ങൾ തമ്മിൽ ഒപ്പിച്ച് വെക്കുമ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഞൊറിയിടാനായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു ഭാഗത്ത് ഈ തുണിമേൽ ഞൊറി ഇട്ട് കൊടുക്കണം. ഞൊറിയിടാൻ വേണമെങ്കിൽ ഈ തുണിമേൽ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്താൽ ആ കട്ടിങ് ഉള്ളിടത്തുനിന്ന് ഞൊറി ഇട്ടാൽ 2 സൈഡും ഒരേപോലെ ആയി കിട്ടും. ചെറിയ ചെറിയ ഞൊറി ഇട്ട് കൊടുത്താൽ മതി. ഇനി ബാക്കി വന്ന ഈ പീസിൽ നിന്നും കൈ വെട്ടിയെടുക്കണം. കൈയിൻ്റെ അടിഭാഗം ഒരു 7 ഇഞ്ചാണ് ഞാൻ വണ്ണം ഇട്ടിട്ടുള്ളത്. വണ്ണം കൂടുതലുള്ള ആൾക്കാർ കൂടുതൽ ഇട്ടെടുക്കണം. കൈ ഇറക്കം 11 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ഈ ഒരു ഷേപ്പിൽ കൈ ഇതുപോലെ വെട്ടിക്കൊടുക്കുക. ഇനി കഴുത്ത് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ലൈനിങ്ങിനായിട്ട് ഒരു തുണി എടുക്കുക. എന്നിട്ട് ആ ലൈനിങ്ങിൻ്റെ തുണീൻ്റെ മുകളിലായിട്ട് നല്ല വശം ലൈനിങ്ങിനോട് ചേരുന്ന രീതിയിൽ ഈ കഴുത്തൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് കഴുത്ത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ലൈനിങ്ങിൻ്റെ കഴുത്ത് ഇതേപോലൊന്ന് വെട്ടിക്കൊടുക്കുക. കഴുത്തിനനുസരിച്ച് ഇതുപോലൊന്ന് വെട്ടിക്കൊടുക്കുക. ഇനി കഴുത്തിൻ്റെ തയ്യൽ തുമ്പ് ഒന്ന് വെട്ടിക്കൊടുക്കണം. സ്റ്റിച്ചിങ് നൂല് വെട്ടിപ്പോവാതെ ഇതുപോലെ വെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മറിച്ചിടാം. ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്ത് ചെയ്തതുപോലെ തന്നെ വേറൊരു തുണിയിൽ വെച്ചിട്ട് നമുക്ക് അടിച്ചിട്ട് മറിച്ചെടുക്കാം. ഇനി ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും കൂടെ കൂട്ടിയടിക്കണം. ഇങ്ങനെ നല്ല വശത്തോട് ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ കൂട്ടി അടിക്കുക. ഇനി കഴുത്തിന് ചുറ്റും ലേസ് വെച്ച് കൊടുക്കുക. ഇതേപോലെ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ തുണിയിൽ ഞൊറി ഇട്ട് കൊടുക്കാം. ഞൊറി ഇട്ടിട്ട് പിന്നെ ബോഡി ഫിറ്റ് ചെയ്യുക. ഞൊറി ഇട്ടിട്ട് ഇതേപോലെ ബോഡീൻ്റെ മുകളിൽ നല്ല വശത്തോട് ചേരുന്ന രീതിയിൽ വെച്ചിട്ട് കൈക്കുഴീൻ്റെ ഈ സൈഡും ഇവിടെ ഈ സൈഡും കൂടെ കൂട്ടി പിടിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്.
ഇനി ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഞൊറീൻ്റെ മുകളിലൂടെ ഇതുപോലെ ലേസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി രണ്ട് സൈഡിൻ്റെയും കൈക്കുഴി തമ്മിൽ കൂട്ടിപ്പിടിച്ചിട്ട് താഴേക്ക് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി കൈയിൻ്റെ വക്ക് മടക്കി അടിച്ചു കൊടുക്കുക. പിന്നെ കൈയിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇനി ഈ കൈക്കുഴിൻ്റെ ഈ ഒരു ഭാഗവും കൈയിൻ്റെ ഈ ഒരു ഭാഗവും കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കൈ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കൈ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം സൈഡിലൂടെ ഒരടിപ്പും കൂടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അടിയിൽ വക്ക് മടക്കി അടിക്കുകയും ചെയ്യാം. കൈക്കും കൂടെ ലേസ് വെച്ചാൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ലേസ് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ് കഴുത്തിന് മാത്രം വെച്ചത്. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.